അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിന് വേണ്ടി തരൂര് കോൺഗ്രസിൽ അന്ന് ചേർന്നു. ഇപ്പോൾ മോദി സ്തുതിയും അതിന് തന്നെയാണ്. പി ജെ കുര്യൻ പറഞ്ഞതാണ്. ഇതിൽ ഒരു ശരിയില്ലേ? അല്ല, തരൂര് അധികാരത്തിൻ്റെ അപ്പകഷ്ണം, പിന്നെ കോൺഗ്രസിനകത്ത് ബാക്കിയുള്ളവരെല്ലാം പിന്നെ അധികാരത്തിൻ്റെ ഫ്രൈഡ് റൈസ് കഴിക്കാനാണോ? എല്ലാവരും ഈ അപ്പകഷ്ണത്തിന് വേണ്ടിയാണ് കഴിപിടി കൂടിക്കൊണ്ടിരിക്കുന്നത്. താഴെത്തട്ടിൽ കുറേ പെട്ടിയെടുപ്പുകാരന്മാരും കോൺഗ്രസ്സുകാരുടെ പിന്നെ കാല് കഴുകി കൊടുക്കുന്നു. നമ്മുടെ പഴയ കെ വി തോമസ് തിരിതയുമായിട്ട് ഡൽഹി പോയത് എന്തിനു വേണ്ടിയായിരുന്നു? തിരിത മത്സ്യമേ, അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ അടുക്കളയിലുമൊക്കെ കയറി ഇറങ്ങി പോയത് എന്തിനു വേണ്ടിയായിരുന്നു? അധികാരത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ അങ്ങനെ അധികാരം എല്ലാ സൗഭാഗ്യങ്ങളും കോൺഗ്രസിൽ നിന്ന് അനുഭവിച്ചിട്ട് കെ വി തോമസ് എന്താ ഇതിനെക്കുറിച്ച് ഒന്നും പറയാത്തത്? ഇപ്പോൾ പി ജെ കുര്യൻ പറയുന്നു അല്ലേ? പി ജെ കുര്യന് എന്താണ്? പി ജെ കുര്യനും ഒന്നാം തരം ആർത്തിയാണ്. അധികാരത്തിലുള്ള ആർത്തി എന്ന് പറയുന്നത് വ്യക്തമാണ്. പി ജെ കുര്യന് 2026 കേരള രാഷ്ട്രീയത്തിലേക്ക് നോട്ടമിട്ട് നിൽക്കുകയാണ്. ഇവിടെ കോൺഗ്രസ്സുകാർ പൊതുവെ ഒരു യുവനിരയെ അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. എന്നാലും കുറച്ച് പേരെയൊക്കെ പിന്നെ കുറച്ച് സീനിയറായിട്ടുള്ളവരെയും നിർത്തുന്നുണ്ട്, നേതൃനിരയിൽ നിർത്തണമല്ലോ. അപ്പോൾ പി ജെ കുര്യന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മണ്ഡലത്തിൽ നോട്ടമിട്ടിരിക്കുകയാണ്. തിരുവല്ല എന്ന് പറയുന്നത് മർത്തോമ സഭയുടെ ഒരിടം കൂടിയാണ്. അവിടെ മാത്യു ടി തോമസ് ആണ് നിലവിലത്തെ ജനതാദളിലെ MLA, മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവിടെ വലിയൊരു ജനപ്രിയനായിട്ടുള്ള ആളാണ് എന്ന് അദ്ദേഹം കരുതുന്നു. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് വിജയിച്ചാൽ UDF മണ്ഡലവും തിരിച്ചു പിടിക്കാം. പിന്നെ മുതിർന്ന ഒരു നേതാവ് കൂടിയാണല്ലോ. 26 UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിയുമാകാം എന്നുള്ള കണക്കുകൂട്ടലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് പിന്നെന്തോ അധികാരത്തിൻ്റെ അപ്പകഷ്ണമല്ലാതെ പിന്നെ എന്ത് കഷ്ണം അത്? തരൂരിന് ഇവിടെ ഒരു രാഷ്ട്രീയ സ്ഥാനങ്ങളും ഇല്ലെങ്കിൽ പോലും തരൂരിന് നയതന്ത്ര സ്ഥാനങ്ങളിൽ ഉന്നത ഇടങ്ങളിലേക്ക് തന്നെ കയറിപ്പോകാം. അതിന് ഈ പി ജെ കുര്യൻ്റെയോ ആരുടെയും തന്നെ ഔദാര്യമൊന്നും ആവശ്യമില്ല. ഇപ്പം ഞാൻ ഈ പിന്നെ തരൂർ സ്തുതി നടത്തുകയല്ല. തരൂർ തിരുവനന്തപുരത്തെ MP എന്നുള്ള രീതിയിൽ എടുത്തു പറഞ്ഞാൽ പക്ക പരാജയമാണ്. ഒരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട്. 2009 തരൂര് തിരുവനന്തപുരത്ത് കാല് കുത്തിയ അതുപോലെ തന്നെ കിടക്കുകയാണ് ഇപ്പോഴും തിരുവനന്തപുരം. ഇപ്പൊ തരൂരിനെ വിമർശിക്കുന്ന പി ജെ കുര്യന്റെ വാക്കുകൾ അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഇപ്പൊ തരൂർ അടുപ്പിച്ചടുപ്പിച്ച് മോദി സ്തുതി വാഴ്ത്തുന്നു, കോൺഗ്രസിനെ വല്ലാണ്ട് പ്രതിക്കൂട്ടിലാക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, പ്രതിക്കൂട്ടിലാക്കണമല്ലോ. കോൺഗ്രസ്സുകാരെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ തരൂര് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി നന്നാകില്ലെന്ന് തരൂര് തന്നെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് അവിടെ അല്ല, അങ്ങനെ വാഴ്ത്തുന്ന ഒരാൾ പിന്നെ അവിടെ നിൽക്കണമെന്ന് ഇവിടെ ആരും പറയുന്നില്ല. തരൂരിനെ ഇറങ്ങിപ്പോവാം, ഇവിടെ ആരും പിടിച്ചു നിർത്തുന്നില്ല. തരൂരിനെ ഇറക്കി വിടും. തരൂരിനെ ഇറക്കി വിട്ടാൽ തരൂരിന് പോവാം. തരൂരിനെ ആരും ഇവിടെ പിടിച്ചു കെട്ടിയിട്ടിട്ടൊന്നുമില്ല. പക്ഷെ തരൂര് ഇറങ്ങിപ്പോകാതെ ഇവിടെ നിന്നുകൊണ്ട് ഒരു തരൂരിനെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺഗ്രസ് പാർട്ടിയാണ് കൊണ്ടുവന്നതും അല്ലെങ്കിൽ MP സ്ഥാനം നൽകിയതും ഒക്കെ തരൂരാണ്. തിരുവനന്തപുരത്ത് സാറ് തന്നെ പറഞ്ഞു ഒരു കുന്തവും ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ടും ഇവിടുത്തെ MP ആയിട്ട് ഇത്തവണ കൂടി മത്സരിച്ച് അദ്ദേഹം ആ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തിന് മാന്യമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ തരൂർ വന്നത്. ഈ വിശ്വപൗരൻ എന്നൊക്കെ സാർ ഇടയ്ക്ക് പറയുമല്ലോ, വിശ്വപൗരൻ എല്ലാം അറിയാം, അറിവിൻ്റെ നിറകൂടം ഒക്കെ സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷെ ആ വിശ്വപൗരൻ അറിയാലോ അടിയന്തരാവസ്ഥ എന്താണെന്ന്, ഇന്ദിരാഗാന്ധി ആരാണെന്നും ജവഹർലാൽ നെഹ്റു ആരാണെന്നും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വന്നിട്ട് കോൺഗ്രസിലേക്ക് വന്നിട്ട് പിന്നെ കോൺഗ്രസിൻ്റെ അടിയന്തരാവസ്ഥ കാലത്തെ പറ്റിയും ഇന്ദിരാഗാന്ധി ചെയ്ത കാലത്തിനെ പറ്റിയും പറഞ്ഞിട്ട് മോദിയുമായിട്ട് കമ്പയർ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, അത് ശരിയാണ്. പക്ഷെ ഞാൻ അതിലേക്കല്ല പോകുന്നത്. എൻ്റെ ഇതിൽ ഈ തരൂരിനെ പരിഹസിച്ചിരിക്കുന്നവരുടെ കാര്യം ഞാൻ ആലോചിക്കുകയാണ്. അവർ പിന്നെന്താ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള കാലുവാരലും നടത്തുന്നില്ലല്ലോ. അല്ല, അതിനകത്തുള്ള വിമർശനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നല്ലാതെ ഇത്രയും കാലം കോൺഗ്രസിനകത്ത് യുവനിരയെ കൊണ്ടുവരാത്തതല്ല ഈ കടൽക്കിഴവന്മാർ കാരണമാണ്.
അത് എല്ലാ പാർട്ടിയിലും അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. കോൺഗ്രസിൽ അത് കൂടുതലാണെന്നേ ഉള്ളൂ. ഇപ്പൊ മാവേലിക്കരയിലാണ് ഇപ്പൊ കൂടുതൽ യുവനിര വന്നിരിക്കുന്നത്. കോൺഗ്രസിൽ യുവനിര അത് ഇപ്പോഴല്ലേ വന്നിരിക്കുന്നത്. CPM അത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനിയിപ്പോ അമിത്ഷാ നരേന്ദ്രമോദി കാലഘട്ടം കഴിഞ്ഞ് ആര് എന്നൊരു ചോദ്യത്തിന് സാറിന് പറയാൻ പറ്റുമോ? അല്ല, കോൺഗ്രസിനകത്ത് ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ മാവേലിക്കരയിലെ ഒരു MP കൊടിക്കുന്നിൽ സുരേഷ് ജന്മം ചെയ്താൽ അവിടെ നിന്ന് മാറിക്കൊടുക്കത്തില്ല. 8-9 തവണയാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തും അത് ഏറ്റെടുക്കാൻ വേണ്ടി നോക്കി നടക്കുകയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ ജാതിക്കാട് ഉയർത്തും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ഒരു സ്വഭാവത്തിൽ തരൂരിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട. തരൂർ അധികാരത്തിന് വേണ്ടിയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ആണ് എന്ന് തന്നെ കരുതുക. അങ്ങനെയാണ് PJ കുര്യനൊക്കെ എന്താ? PJ കുര്യനല്ല, കോൺഗ്രസിലുള്ള എല്ലാവരും അധികാരത്തിന് വേണ്ടി മറ്റൊരാളുടെ കാല് പിടിച്ചു വലിക്കുകയാണ് ചെയ്യുന്നത്. PJ കുര്യന്റെ ഈ ഒരു പ്രസ്താവനയൊക്കെ വിമർശനങ്ങളൊക്കെ പൊതു സമക്ഷം അദ്ദേഹം ഉണ്ടോ, എത്ര നാളോ എവിടെ ആയിരുന്നു എന്ന് പോലും പലപ്പോഴും നമ്മൾ 2026 മത്സരിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്നുണ്ട്. കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ അധപ്പതനമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. PJ കുര്യനൊന്നും ഇനി ഒരു കാര്യവും ചെയ്യാൻ ഒന്നും തന്നെ കഴിവില്ല എന്നുള്ളതാണ്. PJ കുര്യന് പിന്നെ കോൺഗ്രസിന്റെ മുതിർന്ന എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. BJPയിലേക്ക് വന്ന ഇപ്പൊ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ തന്നെ മുറുമുറുപ്പുണ്ടായി. ഇപ്പൊ അടുത്ത ഭാരവാഹികളെ തെരഞ്ഞെടുത്തു, കുറച്ച് പുതിയ ആൾക്കാരെ തെരഞ്ഞെടുപ്പോൾ തന്നെ BJPയിൽ ചെറിയ അമർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യം തുടക്കമിട്ടത് കോൺഗ്രസ് ആണെന്നുള്ളത് സാർ മറന്നു പോരുത്. കാരണം ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ്, അതായത് UDF കുറച്ചുകൂടി ഈ വരുന്ന തലമുറകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് അവർ കളിക്കുന്നതും രാഷ്ട്രീയ തന്ത്രം മെനയുന്നതും. പക്ഷേ കേന്ദ്രത്തിൽ അത് നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. യുവാക്കൾക്കൊരു വല്ലാത്ത ഒരു പ്രവേശനം കൊടുക്കുന്നുണ്ട്. അത് ചില ഈ സാറ് പറയുന്നത് കടൽ കിഴവന്മാർക്ക് അത് പിടിക്കുന്നില്ല, അതിൻ്റെ ചെറിയ ചുരുക്കാണ്. ഇപ്പോൾ PJ കുര്യൻ ഈ ഒരു പ്രസ്ഥാനം നടത്തിയതിൻ്റെ കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചിരുന്നു. എന്തുവായിരുന്നു വിമർശിച്ചത്? SFI നേതാക്കളെ പോലെ അഗ്രസീവ് ആയിരിക്കണമെന്ന്. അത്തരത്തിലുള്ള അഗ്രസീവ് യൂത്ത് കോൺഗ്രസ് വേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള അഗ്രസീവ് ആയതിൻ്റെ ഫലമാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെ ആയത്. SFI പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെയല്ലല്ലോ ഒരു പ്രവർത്തകർ അഗ്രസീവ് ആകേണ്ടുന്ന സന്ദർഭങ്ങളിൽ അവർ അഗ്രസീവ് ആയിട്ടുണ്ട്. അപ്പോൾ PJ കുര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി യൂത്ത് കോൺഗ്രസിന് വിട്ട് കൊട്ടിയതിന് ശേഷമാണ് ശശി തരൂരിനെ ഇട്ട് കുട്ടിയത്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അദ്ദേഹത്തിലോട്ട് വിരൽ ചൂണ്ടുമ്പോൾ ഒരുപാട് പാകപ്പിഴകൾ കാണും. മറ്റുള്ളവർക്ക് ഇട്ട് ചൂണ്ടുമ്പോഴാണ് പല കാര്യങ്ങളും അദ്ദേഹത്തിന് തെറ്റെന്ന് തോന്നുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഇപ്പോൾ തരൂരിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. കാരണം അടിയന്തരാവസ്ഥ എന്താണെന്നും ഇന്ദിരാഗാന്ധി ആരാണെന്നും ജവഹർലാൽ നെഹ്റു ആരാണെന്നും ഇന്റർനാഷണൽ കോൺഗ്രസ് എന്താണെന്നും കൃത്യമായിട്ട്, ഒരുപക്ഷെ ഈ ഇരിക്കുന്ന എന്നെക്കാളും സാറിനേക്കാളും കൃത്യമായിട്ട് ബോധമുള്ള ശശി തരൂരാണ്. അദ്ദേഹം പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധിയോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയോടുള്ള ബഹുമാനം മൂത്ത് തന്നെയാണ് അദ്ദേഹം കോൺഗ്രസിൽ വന്നത് തന്നെ അദ്ദേഹം പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വന്ന ഒരു വ്യക്തി പലവരു മോദിയെ പാർലമെന്റിൽ വിമർശിച്ചിരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ടാണ് മോദി പൂജ കൂടിയത്. അത് ഒരു കാലത്ത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് സത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു നേതാവിന് ചേർന്ന ഒരു പണിയല്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പോവാം. കോൺഗ്രസ് അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തിയിട്ടില്ല, അദ്ദേഹത്തിന് പോവാം. പക്ഷെ കോൺഗ്രസ് ഈ സമയത്ത് ഈ ഒരു സന്ദർഭത്തിൽ കോൺഗ്രസ് പുറത്താക്കുവാണെങ്കിൽ, കാരണം രാജ്യസുരക്ഷയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു നയതന്ത്ര കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ നിർത്തിയിരിക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിൽ അതിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആരാധകരുള്ളത് കൊണ്ടും കോൺഗ്രസിന് ആ ഒരു നടപടി എടുക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ രാജ്യത്തിനെതിരായിട്ട് ചെയ്യുന്ന ഒരു നടപടിയായിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടി ഒന്നും തരുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തു പോയി അദ്ദേഹം BJPയിലേക്ക് ചേരുക. അതല്ലേ അതിൻ്റെ മാന്യത. അല്ലാതെ ഇവിടെ നിന്നുകൊണ്ടൊരു പാർട്ടി അധിക്ഷേപിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.